ചോറ്റാനിക്കരയിൽ ആൺസുഹൃത്തിന്റെ മർദ്ദനമേറ്റ് പെൺകുട്ടി കൊല്ലപ്പെട്ട സംഭവത്തിൽ തുടർ നീക്കവുമായി പോലീസ്. റിമാൻഡിലുള്ള സുഹൃത്ത് അനൂപിനായി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. അനൂപിന്റെ സുഹൃത്തുക്കൾ, കൊല്ലപ്പെട്ട അതിജീവിതയുടെ പരിചയക്കാർ എന്നിവരുടെ മൊഴിയെടുക്കും. അനൂപിന്റെ ലഹരി ഇടപാടുകളെക്കുറിച്ചും ക്രിമിനൽ പശ്ചാത്തലവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം അനൂപിനെതിരെ കൊലപാതകമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്താൻ പോലീസ് നിയമോപദേശവും തേടി. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, പോലീസിന് കൃത്യമായ തെളിവുകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കൊലപാതകത്തിൽ ഇയാളുടെ കാര്യങ്ങൾ, ഇയാളുടെ പങ്കാളിത്തം സംബന്ധിച്ച് മറ്റെന്തൊക്കെയാണ് ഇനിയുള്ള നടപടികൾ? രഞ്ജിത്ത്, ഇന്ന് കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിക്കും. അതിനുശേഷമാണ് ഈ പിന്നീടുള്ള കേസിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് എന്ന് പറയുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ പോലീസിന് മുന്നിലുള്ള ഒരു വിഷയമെന്ന് പറയുന്നത് ഇയാൾക്ക് ഈ കൊലക്കുറ്റം നേരിട്ട് ചുമത്താൻ കഴിയുമോ എന്നത് സംബന്ധിയായ കാര്യങ്ങളിലാണ്. അതിൽ പോലീസ് നിയമോപദേശം തേടിയിട്ടുണ്ട്. നിലവിൽ ഈ മനഃപൂർവ്വമായ നരഹത്യ എന്ന രീതിയിലേക്കുള്ള ഒരു ചാർജാണ് ഇയാൾക്ക് ചുമത്തുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊലക്കുറ്റം ചുമത്താൻ കഴിയില്ല, നേരിട്ട് ചുമത്താൻ കഴിയില്ല എന്നൊരു നിഗമനത്തിൽ പോലീസ് എത്തി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിയമോപദേശം തേടുന്നത്. പ്രത്യേകിച്ച് ഈ പെൺകുട്ടി തൂങ്ങി മരിക്കാനുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ ഇയാൾ അത് ആ ഷാൾ മുറിച്ച് ഇടുകയായിരുന്നു എന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന ഒരു മൊഴി. നിലവിൽ വന്നിരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഒരു പിൻബലം, ആ ഒരു സാധുത മൊഴിക്ക് ലഭിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ, കൊലക്കുറ്റം തന്നെ ചുമത്തണമെങ്കിൽ അത് ഫോറൻസിക് റിപ്പോർട്ടിൻ്റെ കൂടി കാര്യങ്ങൾ വരേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പോലീസ് നിലവിൽ നിയമോപദേശത്തിന് ശ്രമിക്കുന്നത്. അവർക്ക് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം ഈ നരഹത്യ എന്ന രീതിയിലേക്ക് തന്നെ ചുമത്തി മുന്നോട്ട് പോകാനാണ്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്യും. ഇയാളുടെ സുഹൃത്തുക്കളിലേക്കും അന്വേഷണം നീളുന്നുണ്ട്. കാരണം ഈ പെൺകുട്ടിയെ അപായപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങളോ ഇവരുമായിട്ട് സംസാരിച്ചിരുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇയാളുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം കണക്കിലെടുത്തുകൊണ്ടാണ് ആ രീതിയിൽ പോലീസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇയാൾക്കെതിരെ 3 കേസുകൾ നിലവിലുണ്ട്. ഇയാൾക്ക് ലഹരി ഇടപാടുമായി ബന്ധമുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് നിൽക്കുന്നത്. നേരത്തെ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പീരുമേട് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ഇയാളുടെ സുഹൃത്തുക്കളും ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ, ഇവരിൽ നിന്നുകൂടി മൊഴിയെടുത്തുകൊണ്ടാണ് ഇനിയുള്ള ഒരു കേസിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് എന്ന് പറയുന്നത്. എന്തായാലും കസ്റ്റഡി അപേക്ഷ നൽകും. 5 ദിവസത്തെ ഒരു കസ്റ്റഡി അപേക്ഷയാണ് പോലീസ് സമർപ്പിക്കുന്നത്. അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് അടക്കം പോലീസ് കടക്കുകയും ചെയ്യുന്നത്. നിലവിൽ ശേഖരിച്ചിരിക്കുന്ന തെളിവുകളെല്ലാം തന്നെ അതിനും അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കൂടി കണ്ടെത്താൻ കഴിയുമോ എന്ന കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. ഈ ഭാഗത്ത് CCTV ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതലായി പോലീസ് ശേഖരിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ പെൺകുട്ടി മരണപ്പെട്ടതിനു ശേഷം ഈ കേസിൻ്റെ സ്വഭാവം മുഴുവനായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ കൂടുതൽ തെളിവുകളിലേക്ക് നീങ്ങുക എന്നതാണ് പോലീസിന് നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം. അതുകൊണ്ട് ആനുപാതികമായ മറ്റ് തെളിവുകൾ കൂടി പോലീസ് ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ ഇതിനു മുൻപ് വന്നിരിക്കുന്ന കാര്യങ്ങളടക്കം, ഒപ്പം പരിസരവാസികൾ നൽകിയ പരാതി അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവരുമായി മറ്റേതെങ്കിലും രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. എന്തായാലും ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. ഒരുപക്ഷെ കോടതി അടുത്ത ദിവസമായിരിക്കാം ഇത് പരിഗണിക്കുക എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. രഞ്ജിത്ത്.